ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പേറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റുള്ള പരിപ്പേറി എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുപയർ ചൂടാക്കി അലവാക്കിയാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊരു പാത്രത്തിലിട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറി നല്ലൊരു മണം വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് പൾസിലിട്ട് 3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. പയറൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകരുത്, പൊളന്ന് വരും. ഇതിനൊരു മുറത്തിലിട്ട് കൊടുത്ത് പാറ്റി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് 2-3 വെള്ളം കഴുകി കുക്കറിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. നിങ്ങൾ തൊലിയെ കളഞ്ഞിട്ടുള്ള ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് നല്ല രീതിയിൽ ചെറുപയറിനെ അങ്ങ് വേവിച്ചെടുക്കാം. ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി മുറിച്ചെടുത്താണ് അതിട്ട് കൊടുത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് അധികം കൂടി പോവരുത്, 2 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയേ. പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, എന്നാലും അത്യാവശ്യം നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടണം. ചെറുപയർ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തവിയും കൊണ്ട് തന്നെ നമുക്കിതിനങ്ങ് ഉടച്ചിട്ട് കൊടുക്കാം. പയർ നല്ലതായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ തവി കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് അതങ്ങ് ഉടഞ്ഞ് കിട്ടും. പയറൊക്കെ ഇവിടെ നല്ലതായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറുപയറും തേങ്ങയുമായിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. മിക്സിയുടെ ജാറ് കഴുകി 2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഓരോരുത്തരും പരിപ്പുവടയുടെ ലൂസ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒത്തിരി അങ്ങ് തിക്കായിട്ടല്ല എടുക്കുന്നത്, എന്നാൽ ഒത്തിരി ലൂസുമായിട്ടല്ല എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ കറിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിളയ്ക്കുന്നതനുസരിച്ച് കറി തണുത്ത് കഴിയുമ്പോൾ കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കറി ഒന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അങ്ങിട്ട് കൊടുക്കുക. നെയ്യൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. സദ്യ സ്പെഷ്യൽ പരിപ്പേറി ആയതുകൊണ്ട് ഞാൻ ഇതിൽ കടുക് പൊട്ടിച്ചിടുന്നില്ല. സാധാരണ ഞാൻ പരിപ്പേറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ കടുക് പൊട്ടിച്ചിടാറുണ്ട്. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഫ്രൈ ചെയ്ത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് കടുക് പൊട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. കറി തണുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് ഞാൻ കറി എടുത്തിരിക്കുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിൽ പലരും പല രീതിയിലാണ് പരിപ്പേറി വെക്കുന്നത്. ചിലർ കടുക് പൊട്ടിച്ചിടാറില്ല. ഞാൻ ചില സമയങ്ങളിൽ തേങ്ങ വറുത്തിട്ടും പരിപ്പേർക്ക് ഇടാറുണ്ട്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.